പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ അനന്തപുരിയിൽ വെച്ച് സ്വർണവും പണവും എല്ലാം മോഷണം പോവുകയാണ്. അങ്ങനെ ഇതെല്ലാം മോഷ്ടിക്കുന്നത് അനാമികയാണെന്ന യാഥാർത്ഥ്യം നവ്യ മനസ്സിലാക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് തെളിവ് സഹിതം അനാമികയെ പിടികൂടുകയാണ് നവ്യ. അങ്ങനെ നയനിയും ദേവയാനിയും ജാനകി അനാമികയെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് ആ സത്യം അറിയുന്നത്. അനാമികയുടെ കുടുംബം വലിയൊരു കടത്തിലാണെന്നും അത് ഒതുക്കി തീർക്കാനാണ് അനിയെ വിവാഹം കഴിച്ചത് എന്ന യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ സത്യം മനസ്സിലാക്കിയതിനു ശേഷം ജാനകിക്കും ദേവ്യാനിക്കും അനാമികയോട് വല്ലാത്തൊരു ദേഷ്യം തോന്നുകയാണ്. പിന്നെ അനന്തപുരിയിൽ അനാമികയ്ക്ക് പ്രത്യേക പരിഗണനയോ ഒന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ട് തന്നെ അനാമിക ഒരു തീരുമാനമെടുക്കുകയാണ്. അനിയുടെ മുന്നിൽ നല്ലൊരു ഭാര്യയായി അഭിനയിക്കണം, എന്നാൽ മാത്രമേ അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് അനാമിക എത്തുകയാണ്. പക്ഷെ അനാമിക എന്തൊക്കെ ചെയ്തിട്ടും അനിയുടെ മനസ്സിൽ പിടിച്ചു പറ്റാൻ അനാമികയ്ക്ക് സാധിക്കുന്നില്ല. ദിവസം കൂടുന്തോറും അനിക്ക് അനാമികയോടുള്ള വിദ്വേഷം കൂടി വരികയാണ്. അങ്ങനെ ആരും തന്നെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ അനാമിക അനന്തപുരിയിൽ ഒറ്റപ്പെട്ടതുപോലെയാവുകയാണ്. അങ്ങനെ അനാമിക എത്രയധികം ശ്രമിച്ചിട്ടും അനന്തപുരിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അനാമിക എത്തുകയാണ്. അങ്ങനെ ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് തന്നെ അനാമിക അനന്തപുരിയിൽ നിന്ന് പടിയിറങ്ങി പോകുന്നുണ്ട്. അനന്തപുരിയിലേക്ക് യോജിച്ച മരുമക്കൾ നയനിയും നവ്യയുമാണെന്ന യാഥാർത്ഥ്യം ജാനകിയും ജലജയും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ജാനകി ഒരുപാട് ആലോചിക്കുന്നുണ്ട്. താൻ കാരണം തന്റെ മകന്റെ ജീവിതം തകർന്നു. അന്ന് അന്യ എടുത്ത തീരുമാനം തന്നെയായിരുന്നു നല്ലത്. അങ്ങനെ ജാനകി വലിയൊരു തീരുമാനമെടുക്കുകയാണ്. ആ ഒരു എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. അങ്ങനെ ദിവസം രേവതി അനാമികയെ ഫോൺ ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, മോളെ കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. 25 ലക്ഷം രൂപ കിട്ടിയാലേ ഇപ്പോഴുള്ള കടങ്ങളൊക്കെ ഒന്ന് തീരുകയുള്ളൂ. അതുകൊണ്ട് മോളെ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണം എന്നൊക്കെ പറയുകയാണ് രേവതി. ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ്. എൻ്റെ അടുത്തിപ്പോൾ പണമൊന്നുമില്ല. അമ്മ ചോദിക്കുമ്പോഴേക്കും ഇത്രയും വലിയ തുക ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, മോൾ അങ്ങനെയൊന്നും പറയല്ലേ. നമ്മുടെ കടം വീട്ടാൻ വേണ്ടിയിട്ടല്ലേ മോൾ അനന്തപുരിയിലേക്ക് വിവാഹം കഴിപ്പിച്ച് അയച്ചത്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ? അതുകൊണ്ട് ഈ അമ്മ പറഞ്ഞത് മോൾ കേൾക്കണം എന്നൊക്കെ രേവതി പറയുമ്പോൾ, ഇല്ല അമ്മേ, അത് എന്നെ കൊണ്ട് ഒരിക്കലും ഇനി പറ്റില്ല. എത്ര തവണയായി സ്വർണമായിട്ടും പണമായിട്ടും നിങ്ങൾക്ക് ഓരോന്ന് കൊണ്ടുവന്ന് തരുന്നത്. അതിന്റെ എല്ലാം പേര് ഞാൻ ഇവിടെ എല്ലാവരുടെയും സംശയത്തിന്റെ കണ്ണിലാണ്. അതുകൊണ്ട് എന്നെ ഇവിടെ ആരും വില കൽപ്പിക്കുന്നില്ല. സംശയദൃഷ്ടിയോട് കൂടി മാത്രമാണ് എല്ലാവരും എന്നെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് പണം മോഷ്ടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോഴേക്കും ജാനകി പറയുന്നുണ്ട്, മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് മോളോട് ഈ പണം തരാൻ ഞാൻ പറഞ്ഞത്. മോൾ ഈ പണം തന്നിട്ടില്ലെങ്കിൽ മോളുടെ അച്ഛനും അമ്മയും ഈ ലോകത്തോട് വിട പറയേണ്ടി വരും എന്നൊക്കെ പറയുകയാണ് രേവതി. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ അനാമിക പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതേടി, ആ 25 ലക്ഷം രൂപ കിട്ടിയിട്ടില്ലെങ്കിൽ മോളുടെ അച്ഛനും അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എന്നാൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാൽ അത് നിനക്ക് പെരുദോഷമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മരിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറയുകയാണ് രേവതി. അങ്ങനെ രേവതി വീണ്ടും അനാമികയോട് പറയുന്നുണ്ട്, മോൾ ഈ അച്ഛനോടും അമ്മയോട് ക്ഷമിക്കണം. ഞങ്ങൾ കാരണം നീ അവിടെ ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്നറിയാം. നമ്മുടെ കടബാധ്യത വീട്ടാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മോൾ അനിയോട് നല്ലതുപോലെ പെരുമാറണം. അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്കണം. അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഇനി മോൾ ഓർക്കേണ്ട എന്നൊക്കെ പറയുകയാണ് രേവതി. എന്നാൽ അനാമിക ഫോൺ ചെയ്യുന്നത് നവ്യ കാണുന്നുണ്ട്. ഇവൾ ആരോടെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, പണത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തായാലും ഒന്ന് കേട്ടു നോക്കാം എന്നൊക്കെ ചിന്തിക്കുകയാണ് നവ്യ. അമ്മേ, എങ്ങനെ ഞാൻ 25 ലക്ഷം രൂപ തരാനാ എന്നൊക്കെ അനാമിക പറയുന്നത് നവ്യ കേൾക്കുന്നുണ്ട്. അങ്ങനെ നവ്യ അവിടെ നിന്ന് അവർ രണ്ടുപേരും സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അമ്മേ, ഇത്രയും വലിയ തുക എന്നെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ അനാമിക പറയുന്നത് നവ്യ കേൾക്കുന്നുണ്ട്. മോളെ, ഈ അമ്മ അവസാനമായിട്ട് പറയുകയാണ് കൊണ്ട് മാത്രമേ ആ തുക ഒപ്പിച്ചു തരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. അപ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഒരിക്കലും മരിക്കരുത്. നമ്മുടെ കടം വീട്ടാ എന്നൊരൊറ്റ ഉദ്ദേശം വെച്ചാണ് ഞാൻ ഈ അനന്തപുരിയിലേക്ക് വിവാഹം കഴിച്ചു വന്നത്. അതുകൊണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് 25 ലക്ഷം രൂപയല്ലേ? അത് ഞാൻ ഇവിടെ നിന്ന് പണമായിട്ടോ സ്വർണമായിട്ടോ എങ്ങനെയെങ്കിലും മോഷ്ടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അനാമിക ഫോൺ വെക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് വേണുവിനും രേവതിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ ഫോൺ വെച്ച ഉടനെ വേണു പറയുന്നുണ്ട്, നമ്മുടെ മോൾ എന്തായാലും നമ്മളെ സഹായിക്കൂ. ഒരുപാട് കടങ്ങളുണ്ട്, അതൊക്കെ വീട്ടാൻ നമ്മുടെ മോളെ കൊണ്ടേ സാധിക്കൂ എന്നൊക്കെ പറയുകയാണ് വേണു. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നവ്യ ചിന്തിക്കുന്നുണ്ട്, എന്തായിരിക്കും ഇവർക്ക് 20 ലക്ഷം രൂപയുടെ ആവശ്യമൊക്കെ? ഞാനിപ്പോൾ ഇക്കാര്യം എല്ലാവരോടും പറഞ്ഞാൽ ആരും ഇത് വിശ്വസിക്കില്ല. എന്തായാലും ഞാനിത് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യം എല്ലാവരുടെയും മുന്നിൽ തെളിവ് സഹിതം തന്നെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ തീരുമാനിക്കുകയാണ് നവ്യ. അങ്ങനെ അനാമിക ഫോൺ കട്ട് ചെയ്ത് തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അനാമികയുടെ പിറകെ തന്നെ നവ്യയും പോകുന്നുണ്ട്. അനാമിക എന്താണ് ചെയ്യുന്നത് എന്ന് ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ് നവ്യ. അനാമിക റൂമിൽ ചെന്ന ഉടനെ തന്നെ ആദ്യം നോക്കുന്നത് അവിടെ അനിയുണ്ടോ എന്നാണ്.
എന്നാൽ അനാമിക ഡോർ ക്ലോസ് ചെയ്യാതെയാണ് റൂമിലേക്ക് പോയത്. അങ്ങനെ അനാമിക അനി എന്ന് ഉറക്കി വിളിക്കുന്നുണ്ട്. അനി വിളി കേൾക്കാത്തത് കൊണ്ട് തന്നെ അനി അവിടെ ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക ചിന്തിക്കുകയാണ് ഇത് തന്നെയാണ് പറ്റിയ അവസരം. അങ്ങനെ അനാമിക ചിന്തിക്കുന്നുണ്ട്. ഇന്നലെ ഓഫീസ് സ്റ്റാഫിനോട് അനി ഒരു കാര്യം പറഞ്ഞിരുന്നു. 50 ലക്ഷം രൂപയുടെ ചെക്ക് ലീഫിൽ താൻ സൈൻ ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് അനാമിക ചിന്തിക്കുന്നുണ്ട് എന്തായാലും അനിയുടെ കയ്യിൽ അത്രത്തോളം പണം കാണും. അതുകൊണ്ട് തീർച്ചയായിട്ടും പണം മോഷ്ടിക്കാൻ ഇത് തന്നെയായിരിക്കും പറ്റിയ അവസരം. 50 ലക്ഷം രൂപയിൽ നിന്ന് 20 ലക്ഷം രൂപ പോയാൽ അനി എന്തായാലും അത് ശ്രദ്ധിക്കില്ല. ഇത് തന്നെയാണ് പറ്റിയ അവസരം. അങ്ങനെ അനാമിക അനിയുടെ ഫയലെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും അനാമിക നോക്കുന്ന സമയത്താണ് അനിയുടെ ബാഗിൽ ആ ചെക്ക് ലീഫ് അനാമിക കാണുന്നത്. അനി ചെക്ക് ലീഫിൽ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആവശ്യം വരുമെന്ന് കരുതിയിട്ടാണ് അനി എല്ലാ ചെക്ക് ലീഫിൽ സൈൻ ചെയ്ത് വെച്ചത്. അങ്ങനെ ചെക്ക് ലീഫിൽ നിന്ന് ഒന്ന് കീറിയെടുത്തിട്ട് അനാമിക 20 ലക്ഷം രൂപ എന്ന് എഴുതി വെക്കുകയാണ്. അങ്ങനെ പൈസ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അനാമിക വേണുവിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക വിളിച്ച ഉടനെ വേണു പറയുന്നുണ്ട് എന്തായി മോളെ വല്ലതും നടക്കുമോ? അത്രയും അത്യാവശ്യമായത് കൊണ്ടാണ് ഈ അച്ഛൻ മോളോട് പണം ചോദിച്ചത് എന്നൊക്കെ പറയുകയാണ്. എന്താ മോളെ വല്ലതും നടക്കുമോ എന്നൊക്കെ വേണു സങ്കടത്തോട് കൂടി ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും നടക്കും. അച്ഛൻ പറഞ്ഞ 20 ലക്ഷം രൂപ റെഡി ആയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ കടം വീട്ടണം. എന്നാൽ അനാമിക പറയുന്നത് കേട്ട് വേണുവിന് രേവതിക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് വേണു ഫോൺ കട്ട് ചെയ്തിട്ട് പണം റെഡിയായ കാര്യങ്ങളൊക്കെ അയാളോട് വിളിച്ച് പറയുകയാണ്. എന്നാൽ അനാമികയാകട്ടെ ഈ ചെക്ക് ലീഫ് എത്രയും പെട്ടെന്ന് അച്ഛനെ ഏൽപ്പിക്കണം. അങ്ങനെ ചെക്ക് ലീഫ് ആരും കാണാതെ അനന്തപുരിയിൽ നിന്ന് കൊണ്ടുപോവുകയാണ് അനാമിക. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നവ്യ അനാമികയുടെ പിറകെ തന്നെയുണ്ട്. അനാമിക എന്തായിരിക്കും ചെയ്യുക എന്ന് നോക്കി നിൽക്കുകയാണ് നവ്യ. എന്നിട്ട് നവ്യ ചിന്തിക്കുന്നുണ്ട് ഇത് തന്നെയാണ് പറ്റിയ അവസരം. ആ ചെക്ക് ലീഫ് അവളുടെ കയ്യിൽ തന്നെയുണ്ട്. ഇതെന്തായാലും തെളിവ് സഹിതം എല്ലാവരുടെ മുന്നിൽ എത്തിക്കണം. എന്നാൽ ഇത്രയും കാലം ചെയ്ത എല്ലാ കള്ളങ്ങളും പുറത്തു വരും. എന്നാൽ മാത്രമേ എന്റെ ചേച്ചി നിരപരാധിയാണെന്ന് എല്ലാവരും അറിയൂ. ഇവിടെ എന്ത് മോഷണം നടന്നാലും എന്റെ അമ്മയും അച്ഛനെയും അനിയത്തിയുമാണ് എല്ലാവരും കുറ്റക്കാരിയാക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തെളിയിക്കണം എന്ന് തീരുമാനിക്കുകയാണ് നവ്യ. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് നവ്യ അനാമികയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ നവ്യ അനാമികയോട് ചോദിക്കുന്നുണ്ട് എടി നീ ധൃതി പിടിച്ചിട്ട് എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ആരോടെങ്കിലും ഒന്ന് പറയണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യ. അത് കേട്ട് അനാമിക പറയുന്നുണ്ട് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ നിൽക്കേണ്ട. ആവശ്യമില്ലാതെ എന്നെ പഠിപ്പിക്കാൻ വന്നാൽ ചെകിടത്ത് അടി വീഴും എന്നൊക്കെ പറയുകയാണ് അനാമിക. അപ്പോഴേക്ക് നവ്യ ചോദിക്കുന്നുണ്ട് എടി എന്താ നിന്റെ കയ്യിൽ നീ എന്തോ മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അനാമികയോട് ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് അതൊന്നുമില്ല എന്നോ? അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ലല്ലോ. നിന്റെ മുഖത്ത് എന്തോ ഒരു പേടിയുണ്ടല്ലോ. എന്താ പ്രശ്നം? നീ എന്തെങ്കിലും മോഷ്ടിച്ചോ? നീ എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ ചേച്ചിക്കുമാണ് തലവേദന. അതുകൊണ്ട് എനിക്ക് ഇന്നെങ്കിലും എല്ലാം തെളിയിക്കണം. നിങ്ങളൊന്ന് മാറിയേ, ഞാനൊന്ന് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പുറത്തേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോഴേക്ക് നവ്യ അനാമികയെ പിടിച്ചു വലിച്ചുകൊണ്ട് എല്ലാവരും ഇരിക്കുന്ന ഹോളിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴേക്ക് അനാമിക പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ ഒച്ച വെക്കും. നീ ഒച്ച വെക്കിടി, എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ. അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നവ്യ അനാമികയെ വലിച്ചിരച്ചുകൊണ്ട് ഹോളിലേക്ക് വരികയാണ്. അവിടെ ഹോളിലാണെങ്കിൽ മുത്തശ്ശിയും ദേവ്യാനും ജാനകിയും അങ്ങനെ എല്ലാവരും ഉണ്ടാകും. അപ്പോഴേക്കും ദേവ്യാനി ചോദിക്കുന്നുണ്ട് എന്താ നവ്യ പ്രശ്നം? അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഇവിടെ എന്ത് മോഷണം പോയാലും എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും തലയിലാണ് ഇടാറുള്ളത്. ഇപ്പോൾ ഞാൻ എല്ലാം തെളിയിച്ചു തരാം. ആ സമയം ദേവ്യാനി ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഈ അനാമികയുടെ കള്ളത്തരം ഇന്നത്തോടു കൂടി പുറത്തു വരും. ഇവളുടെ എല്ലാ കള്ളത്തരങ്ങളും എനിക്കറിയാം. പക്ഷെ കാര്യമായ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ആരോട് ഇതുവരെ പറയാതിരുന്നത്. എന്തായാലും നവ്യമോൾ ഇപ്പോൾ ഇതെല്ലാം തെളിയിക്കും എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവ്യാനി. സമയം ആദർശ് ചോദിക്കുന്നുണ്ട് എന്താ നവ്യ എന്താണ് പ്രശ്നം? അത് കേട്ട് അനാമിക കരഞ്ഞുകൊണ്ട് പറയുകയാണ് ആദർശേട്ടാ ഇവൾക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. ഇവളെപ്പോഴും എന്നെ നിരീക്ഷിച്ചുകൊണ്ട് എൻ്റെ പിറകെയാണ്. ആ സമയം ദേവ്യാനി പറയുന്നുണ്ട് നവ്യ നിനക്ക് എന്താണ് പറയാനുള്ളത്? വേഗം പറ. ആ സമയം നവ്യ പറയുകയാണ് നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇവളെന്താ ഇവളുടെ ഒരു കൈ മാത്രം അങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത്? എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് അനാമിക ആകെ ഷോക്കഡ് ആവുകയാണ്. അപ്പോഴേക്ക് ദേവ്യാനി ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിക്കുന്നുണ്ട് എന്താ അനാമിക നിന്റെ കയ്യിൽ? അപ്പോഴേക്ക് നവ്യ പറയുന്നുണ്ട് കാട്ടിക്കൊടുക്കടി, വല്യമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട മരുമകളല്ലേ നീ, അതുകൊണ്ട് വല്യമ്മ അത് നേരിട്ട് കാണട്ടെ എന്നൊക്കെ പറയുകയാണ് നവ്യ. എന്ത് പറയണമെന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് അനാമിക. ആ സമയം അനാമിക പറയുന്നുണ്ട് അത് പിന്നെ വല്യമ്മേ ഇവിടെ നിലത്ത് ഞാൻ പോകുന്ന വഴിക്ക് എനിക്കൊരു പേപ്പർ കിട്ടി, അത് ചുമ്മാ ഞാൻ ചുരുട്ടി പിടിച്ചതാണ് എന്നൊക്കെ പറയുകയാണ് അനാമിക. അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട് അതിനെന്താ പ്രശ്നം? നിലത്ത് കിടന്നൊരു പേപ്പർ ചുരുട്ടി പിടിച്ചു എന്ന് കരുതി എന്താണ് പ്രശ്നം നവ്യ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ശരി എന്നാൽ പേപ്പർ കഷ്ണം നീ എല്ലാവർക്കും കാണിച്ചു കൊടുക്ക്, എന്തിനാണ് അത് മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ. ജാനകി മറഞ്ഞു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട്. ഇതേ സമയം അനാമിക ചെക്ക് ലീഫ് മറച്ചു വെച്ച് തന്നെ നിൽക്കുകയാണ്. എന്നാൽ നവ്യ ചെക്ക് ലീഫ് പിടിച്ചു പറിച്ച് വാങ്ങി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ മുത്തശ്ശി ഇതൊന്ന് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നാൽ ചെക്ക് ലീഫ് കാണുമ്പോൾ മുത്തശ്ശി ആകെ ഷോക്കഡ് ആവുന്നുണ്ട്. ഇതെന്താ അനിയുടെ ചെക്കാണല്ലോ, 20 ലക്ഷം രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ അനാമിക മോളെ അനിയുടെ ചെക്കുമായി നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. എന്നാൽ അനാമികയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ നവ്യ പറയുന്നുണ്ട് ആദർശേട്ടാ ആ ചെക്ക് ലീഫ് ഒന്ന് വാങ്ങി നോക്കിക്കേ. അങ്ങനെ ആദർശ് വാങ്ങി നോക്കുന്നുണ്ട്.
അയ്യോ ഇത് അനിയുടെ ചെക്കാണല്ലോ. എന്നിട്ട് ആ ചെക്ക് ലീഫ് ദേവ്യാനിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ആദർശ്. അങ്ങനെ ദേവ്യാനി നെട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, അയ്യോ ഇത് അനിയുടെ ചെക്കാണല്ലോ. എന്നിട്ട് ദേവ്യാനി ചോദിക്കുന്നുണ്ട്, അനാമിക ഈ ചെക്കുമായിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത്? നിനക്ക് എന്തിനാണ് 20 ലക്ഷം രൂപ എന്നൊക്കെ ചോദിക്കുകയാണ് ദേവ്യാനി. ആ സമയം അനി അങ്ങോട്ട് വരുന്നുണ്ട്. അനിയെ കണ്ടതു ആകെ പേടിച്ച് നിൽക്കുകയാണ് അനാമിക. അങ്ങനെ അനി വരുന്ന സമയത്ത് ദേവ്യാനി ആ ചെക്ക് അനിയുടെ നേരെ നീട്ടി, മോനെ ഇത് നിന്റെ ചെക്കാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം ദേവ്യാനി ചോദിക്കുന്നുണ്ട്, മോനെ ഇതെങ്ങാനും നീ ഇവൾക്ക് കൊടുത്തിരുന്നോ? ഇല്ല വല്യമ്മേ, ഇത് ഞാൻ ഷെൽഫിൽ വെച്ച് പൂട്ടിയതായിരുന്നു. അപ്പോഴേക്കും ദേവ്യാനി ചോദിക്കുന്നുണ്ട്, മോനെ ഈ ചെക്കിൽ 20 ലക്ഷം രൂപ എന്ന് എഴുതിയിട്ടുണ്ടോ? ഇല്ല വല്യമ്മേ, ഞാൻ അങ്ങനെയൊന്നും എഴുതിയിട്ടില്ല എന്നൊക്കെ അനി പറയുന്നുണ്ട്. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, അനി അത് അവളുടെ അച്ഛനെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി നിന്റെ ഷെൽഫിൽ നിന്ന് അവൾ മോഷ്ടിച്ചതാണ്. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് ആകെ അങ്ങ് നെട്ടിപ്പോവുകയാണ് അനാമിക. അനിയാണെങ്കിൽ ആകെ ദേഷ്യത്തോടു കൂടി അനാമികയെ നോക്കുന്നുണ്ട്. അത് കേട്ട് അനി പറയുന്നുണ്ട്, എടി നിന്നോടാണ് ചോദിച്ചത്, നീ എന്തിനാണ് എന്റെ പണം മോഷ്ടിച്ചത്? ആ സമയം നവ്യ പറയുന്നുണ്ട്, കാരണമല്ല ഞാൻ പറയാം. ഇവളുടെ വീട്ടുകാർക്ക് ഒരുപാട് കടബാധ്യതയുണ്ട്, അത് വീട്ടാൻ വേണ്ടിയിട്ട് ഇവളോട് ഇവിടെ നിന്ന് മോഷ്ടിക്കാൻ പറഞ്ഞു. കൊണ്ട് തന്നെ അനിയുടെ 20 ലക്ഷം രൂപയുടെ ചെക്ക് ലീഫ് എടുത്ത് ഇവളുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു എന്നൊക്കെ പറയുകയാണ് നവ്യ. ഇതെല്ലാം കേൾക്കുമ്പോൾ ദേവ്യാനിക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. എന്തായാലും അനാമികയുടെ കള്ളത്തരം എല്ലാവരും അറിഞ്ഞല്ലോ, ഇനി ജാനകി ഒരിക്കലും അനാമികയെ വിശ്വസിക്കില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് ദേവ്യാനി. ഇതേ സമയം നവ്യ പറയുന്നുണ്ട്, ഞങ്ങൾക്കുമുണ്ട് ഒരുപാട് ബാധ്യതകളൊക്കെ, പക്ഷെ ഇതുവരെ ഒരു രൂപ പോലും ഈ അനന്തപുരിയിൽ നിന്ന് മോഷ്ടിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ എന്ത് മോഷണം ചെയ്താലും എന്റെ അനിയത്തിയുടെയും എന്റെ വീട്ടുകാരുടെ തലയിലാണ് ആകുന്നത്. ഇവിടെ ഇതുവരെ നടന്ന എല്ലാ മോഷണത്തിനും പിന്നിൽ നീ തന്നെയാണ്. നീ നിന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞത് ഞാൻ കേട്ടു എന്നൊക്കെ നവ്യ പറയുമ്പോൾ ആകെ പെട്ടുപോയ അവസ്ഥയിൽ നിൽക്കുകയാണ് അനാമിക. അങ്ങനെ ദേവ്യാനി ദേഷ്യത്തോടു കൂടി അനാമികയുടെ അടുത്ത് ചെന്ന്, നീ കാരണം ഞാൻ എന്റെ മരുമകളെ സംശയിച്ചല്ലോ എന്ന് പറഞ്ഞ് അനാമികയുടെ മുഖത്ത് തിരിച്ചു മറച്ച് അടിക്കുന്നുണ്ട് ദേവ്യാനി. ഇതെല്ലാം കേട്ടുകൊണ്ട് ജാനകി അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ജാനകി ദേഷ്യത്തോടു കൂടി അനാമികയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഇവിടെ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടു. ഈ കാരണം എൻ്റെ മകൻ്റെ ജീവിതം നശിച്ചു. ഇതുപോലെ ഒരു കള്ളിയാണല്ലോ എൻ്റെ മോന് ഭാര്യയായി കിട്ടിയത്. മോനെ അനി നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജാനകി പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അനാമിക എല്ലാവരുടെ മുന്നിൽ കള്ളിയാവുകയാണ്. ഇനി അനന്തപുരി നിന്നിട്ട് ഒരു കാര്യവുമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്ന് തീരുമാനിക്കുകയാണ് അനാമിക. അങ്ങനെ അനാമിക അപ്പോൾ തന്നെ അനന്തപുരിയിൽ നിന്ന് പോകുന്നുണ്ട്. ഞാൻ ജാനകി അനിയോട് പറയുകയാണ്, മോനെ ഇനി മോൻ്റെ ആഗ്രഹം അമ്മ ഒരിക്കലും തടയില്ല. മോൻ്റെ ആഗ്രഹം പോലെ തന്നെ നന്ദുവിനെ തന്നെ മോൻ വിവാഹം കഴിക്കണം. ഇവിടെ എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. എന്നെ ജാനകി പറയുന്നത് കേട്ട് സന്തോഷം സഹിക്കാനാകാതെ നിൽക്കുകയാണ് അനി.